ഇനി കാണാം കായികോത്സവ വിശേഷങ്ങൾ. ടീൻ അറ്റ് ട്രാക്ക്. Dhanalakshmi Group of Companies presents TNET Track, brought to you by ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. സംസ്ഥാന കായികമേളയിൽ പാലക്കാട് കുതിപ്പ് തുടരുകയാണ്. മൂന്നാം ദിനം ആരംഭിക്കുമ്പോൾ 11 സ്വർണമടക്കം 92 പോയിന്റുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. അതേസമയം മേളയിൽ പ്രധാന ഇനമായ റിലേ മത്സരങ്ങളാണ് ഇന്ന് നടക്കുക. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, എങ്ങനെയാണ് ഇന്ന് ട്രാക്ക് ഉണരുമ്പോൾ ഇതുവരെയുള്ള പോയിന്റ് പട്ടിക? ഇന്ന് ആദ്യത്തെ സ്വർണമടക്കം വിവരങ്ങളിലേക്ക് പോയാൽ. ജിംഷാദ്, തീർച്ചയായും ആവേശകരമായ പോരാട്ടങ്ങൾ രാവിലെ തന്നെ വെയിൽ ചൂട് മുറുകുന്നതിന് മുൻപ് തന്നെ പോരാട്ടച്ചൂട് ഉയരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും മത്സരം രാവിലെ തന്നെ ആരംഭിച്ചു. അജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചത് പോലെ 11 സ്വർണമല്ല 13 സ്വർണത്തിലേക്ക് പാലക്കാട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന 2 മത്സരങ്ങളിൽ പാലക്കാടിന് സ്വർണം സ്വന്തമായിരിക്കുന്നു. ഇതോടുകൂടി മീറ്റിൽ 102, കഴിഞ്ഞ ദിവസം മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 92 പോയിന്റുമായി, അതായത് 11 സ്വർണമടക്കം 92 പോയിന്റുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 13 സ്വർണം നേടി 102 പോയിന്റിലേക്ക് പാലക്കാട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനത്ത് മലപ്പുറവും അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് എറണാകുളവുമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രാക്കിൽ സീനിയർ ബോയ്സിന്റെ 1500 മീറ്റർ ഓട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സീനിയർ ഗേൾസിന്റെ 1500 ഓട്ട മത്സരം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 1500 മീറ്റർ തന്നെ ജൂനിയർ ബോയ്സിന്റെയും ഗേൾസിന്റെയും അടക്കം ഓട്ട മത്സരങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരുന്നു. അതിന്റെ മത്സരഫലം, ഇന്ന് രാവിലെ മുതലുള്ള മത്സരഫലം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കേണ്ടതുണ്ട്. പാലക്കാടിനാകെ 13 സ്വർണം സ്വന്തമായിരിക്കുന്നു. അതുപോലെ തന്നെ 7 വീതം സ്വർണമാണ് മലപ്പുറത്തിനും എറണാകുളത്തിനും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകളിലേക്ക് ഞാൻ വരാം. നിലവിലിപ്പോൾ 1500 മീറ്റർ ജൂനിയർ ബോയ്സ് മത്സരത്തിൽ അമൃത് എൻ, GHSS കുമരമ്പത്തൂർ, പാലക്കാട് സ്വദേശിയാണ്. GHSS കുമരമ്പത്തൂരിലെ അമൃത് എൻ ആണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 5000 മീറ്റർ നടത്തം രാവിലത്തെ ആദ്യത്തെ ഇനമായിരുന്നു. 5000 മീറ്റർ നടത്തം ജൂനിയർ ബോയ്സ്, അതിൽ ആദിത് വി അനിൽ, സെന്റ് ജോർജ് SSS കുളത്തുവയൽ, കോഴിക്കോട്. അതുപോലെ തന്നെ 3000 മീറ്റർ നടത്തം ജൂനിയർ ഗേൾസിൽ, അതും ആദ്യം നടന്ന 2 മത്സരങ്ങളിൽ ഒന്നാണ്. അതിൽ ഗീതു KP, KHMHSS അലത്തിയൂർ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഗീതു KP ആണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നടക്കുന്നത് സീനിയർ ജൂനിയർ ബോയ്സിന്റെയും ഗേൾസിന്റെയും 1500 മീറ്റർ ഓട്ട മത്സരമാണ്. അതിലെ റിസൾട്ടിലേക്ക് വന്നാൽ 1500 മീറ്റർ ജൂനിയർ ഗേൾസിൽ നിവേദ്യ K, GHSS കൊടുവായൂർ, പാലക്കാട് സ്വദേശിയാണ്. ഇതാണ് പാലക്കാടിനെ ഈ സ്വർണവും അതുപോലെ തന്നെ അമൃതയൻ, ഈ 1500 മീറ്റർ ജൂനിയർ ബോയ്സിലെ അമൃതയൻ, ഈ 2 സ്വർണമാണ് പാലക്കാടിനെ ഇന്ന് 102 എന്ന പോയിന്റിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. 1500 മീറ്റർ ജൂനിയർ ഗേൾസിൽ നിവേദ്യ ഒന്നാം സ്ഥാനം നേടുന്നു. അതുപോലെ തന്നെ 1500 മീറ്റർ ജൂനിയർ ബോയ്സിൽ അമൃതയൻ പാലക്കാട് നിന്നും ഒന്നാം സ്ഥാനം നേടുന്നു. നേരത്തെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 5000 മീറ്ററും 3000 മീറ്ററും രാവിലെ തന്നെ നടന്ന മത്സരങ്ങളാണ്. ഏതായാലും മത്സരം വളരെ വാശിയോടുകൂടി പുരോഗമിക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് റിലേ തന്നെയാണ്. അത് ആ മത്സരങ്ങളിലേക്ക് അത് ഉടനെ ഉണ്ടാവാൻ സാധ്യതയില്ല. വൈകുന്നേരം ഏറെ വൈകിയായിരിക്കും ആ മത്സരങ്ങളെല്ലാം തന്നെ വരിക. മറ്റ് സ്കൂളുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രകടനം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളുകൾ വലിയ നിലയിൽ ഇപ്പോഴും ഐഡിയൽ EHSS തന്നെയാണ് ഏറെ മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഐഡിയൽ EHSS വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഈ മേളയിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാം സ്ഥാനത്ത് അവർ തന്നെയാണ് 32 പോയിന്റുമായി. ഇപ്പോഴും ഐഡിയൽ EHSS കടകശ്ശേരി തന്നെ മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാം സ്ഥാനത്ത് മാർ ബേസിൽ HSS കോതമംഗലം ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് GHSS കുട്ടമത്ത്, കാസർഗോഡ് നിന്നുള്ള ചെറുവത്തൂരുള്ള GHSS കുട്ടമത്താണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഈ നിലയിൽ തന്നെയാണ് പോയിന്റ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ 1500 മീറ്റർ സീനിയർ ബോയ്സിന്റെ ഫൈനൽ മത്സരമാണ് നടന്നത്. അതിന്റെ റിസൾട്ട് കൂടി വരുന്നു. ബിജോയ് J, പാലക്കാട് നിന്നുള്ള ബിജോയ് J ആണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന മത്സരത്തിന്റെ റിസൾട്ടാണത്. രണ്ടാം സ്ഥാനത്ത് മുഹമ്മദ് മാഷ് ഉണ്ട്, പാലക്കാട് സ്വദേശി തന്നെയാണ്. ആ നിലയിൽ പറയുമ്പോൾ പാലക്കാട് വീണ്ടും ഏറെ മുന്നിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാം സ്ഥാനത്ത് മുഹമ്മദ് സ്വാലിയാണ്, മലപ്പുറം ജില്ലയിലെ മുഹമ്മദ് സ്വാലിയാണ് 1500 മീറ്റർ സീനിയർ ബോയ്സിന്റെ ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിരവധി മത്സരങ്ങൾ ഇന്നുണ്ട്. ഇന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം നടക്കുന്നത്. നാളെ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. നാളെ സമാപനമടക്കമുള്ള ചടങ്ങുകളുള്ളതുകൊണ്ട് മത്സരങ്ങളുടെ എണ്ണം കുറവാണ്.
മേളയിൽ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിലേ അടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. ഏതായാലും മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അജ്മിഷാദ്. തീർച്ചയായും കമലേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ കുന്നംകുളത്ത് കായികമേളയുടെ ട്രാക്കിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പനയുടെ കരുത്ത് തന്നെയാണ് കുന്നംകുളത്തെ കായികമേളയിൽ ഏറ്റവും വലിയ കരുത്തായി നിലനിൽക്കുന്നത്. പാലക്കാട് തന്നെയാണ് മുന്നിൽ. 13 സ്വർണമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. വീണ്ടും പോയിന്റ് നിലയിൽ പാലക്കാട് തന്നെ മുന്നിട്ട് നിൽക്കുന്നതാണ് കമലേഷ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കാനാകുന്നത്. എന്തായിരുന്നാലും കായികമേള പുരോഗമിക്കുന്നു. Dhanalakshmi Group of Companies presents TNET Track, brought to you by ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.